السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق. സ്നേഹമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന കാലത്ത് വിദ്യാഭ്യാസം സ്വീകരിക്കണമെന്നതിലോ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്നതിലോ ആരും തർക്കമില്ലാതെ അംഗീകരിക്കുന്നൊരു സംഗതിയാണത്. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്കൊക്കെ കിട്ടണം. കാരണം അത് മനുഷ്യൻ്റെ ഉപജീവന മാർഗത്തിൻ്റെ വലിയൊരു മേഖലയാണ്. അവരെന്ത് പഠിക്കുന്നു, എന്താണ് അവരുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്, അതിനനുസരിച്ചാണ് പൊതുവെ ജോലി നേടിയെടുക്കുന്നത്. ഇപ്പം നീറ്റ് പരീക്ഷ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടാണ് ചോദ്യപേപ്പർ ആളുകൾ കൈക്കലാക്കിയത്. ആ ലക്ഷങ്ങൾ കൊടുത്ത് ചോദ്യപേപ്പർ വാങ്ങാനുള്ള കാരണം അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ അവർ വിചാരിച്ച ആളുകൾക്ക് സുഗമമായി ജോലി കിട്ടാൻ ഇതൊരു കാരണമായി തീരും എന്നാണ്. കാരണം അവർക്ക് ഉദ്ദേശിച്ചിടത്തേക്ക് ജോലിക്ക് അർഹതയായി രേഖയുണ്ടാവുമല്ലോ. ഇനി അത് കിട്ടാത്തതിൻ്റെ പേരിൽ നോക്കൂ, ആ പരീക്ഷ അലങ്കോലമായതിൻ്റെ പേരിൽ 13 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഒരു പരീക്ഷ നേടിയെടുത്തില്ലെങ്കിൽ ജീവിതം പരാജയപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്തുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്നാൽ വിദ്യാഭ്യാസത്തിന് ഇസ്ലാം കാണുന്നതും വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആദ്യകാലത്തുണ്ടായിരുന്ന ചിന്തകന്മാർ കണ്ടതും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിനും അവൻ്റെ നയരൂപീകരണത്തിനും ജീവിതത്തിൻ്റെ വ്യക്തമായ ദിശാബോധം നിർണയിച്ചെടുക്കാനുമാണ് വിദ്യാഭ്യാസം എന്നാണ് ആളുകൾ മനസ്സിലാക്കിയിരുന്നത്. മഹാകവി ഇക്ബാലും ടാഗോറും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനും ഇമാം ഗസാലിയും ഒക്കെ വിദ്യാഭ്യാസത്തെ നോക്കിക്കണ്ടത് വിമോചനത്തിൻ്റെ പാതയായിട്ടാണ് വിദ്യാഭ്യാസത്തെ നോക്കിക്കണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിൽ പിടിച്ച ബന്ധനസ്ഥരായ 70ഓളം ആളുകളെ മോചിപ്പിക്കാൻ അക്കാലത്ത് 2 വഴികളാണുള്ളത്. ഒന്നുകിൽ കൊന്നുകളയുക, അല്ലെങ്കിൽ ഭീമമായ സംഖ്യ നഷ്ടപരിഹാരം വാങ്ങി സ്വതന്ത്രമാക്കുക. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ബദർ യുദ്ധം ഉണ്ടായ സമയത്ത് വലിയ രൂപത്തിൽ പണത്തിന് ആവശ്യമുള്ള സമയമാണ്. കാരണം അവർ ഹിജ്റ പോകുമ്പോൾ ഉള്ള സമ്പാദ്യങ്ങളൊക്കെ മക്കയിൽ വിട്ടേച്ച് പോയവരാണ് അവർ. ആ ആളുകൾക്ക് എന്ത് ശത്രുക്കളിൽ നിന്ന് കിട്ടിയാലും ജീവിതോപാധിക്കൊരു താങ്ങായി മാറുന്നതാണ് ആ സംഗതി. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചൊരു പരിഹാരം, മക്കക്കാരായ ആളുകൾ കച്ചവടക്കാരായതുകൊണ്ട് ഏറെ എഴുത്തും വായനയും അറിയുന്നവരാണ്. എന്നാൽ മദീനക്കാരായ അൻസാരികൾ അവർ കൃഷിക്കാരാണ്. അവരുടെ കൂട്ടത്തിൽ എഴുത്തും വായനയും അറിയുന്ന ആളുകൾ കുറവാണ്. അതുകൊണ്ട് ഈ പിടിച്ച മക്കക്കാരെ മോചനത്തിന് റസൂലുള്ള വെച്ച പരിഹാരം 10 അൻസാരി ബാലന്മാർക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുക. അവർ എഴുത്തും വായനയും അഭ്യസിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നും കൊടുക്കാതെ മോചിതരായി തിരിച്ച് നാട്ടിലേക്ക് പോവാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതുവരെ ലോകത്ത്
ഈ യുദ്ധത്തടവുകാരെ അക്ഷരം പഠിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് ജീവിതത്തിൽ ആദർശത്തിൻ്റെ നട്ടെല്ല് കൊടുക്കാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു മാർഗം ലോകത്ത് അതുവരെ നിലവിലില്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ഇന്ന് വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നോ വിദ്യാഭ്യാസം ആർജിച്ചെടുക്കണമെന്നോ നമ്മൾ വയലൊന്നും പറയേണ്ടിയില്ല. CH മുഹമ്മദ് കോയ കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് സ്കോളർഷിപ്പ് കൊടുത്തിരുന്നത്. അങ്ങനെ ആ സ്കോളർഷിപ്പ് കിട്ടുമെന്ന് വിചാരിച്ചെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വിദ്യാഭ്യാസം എമ്പാടുമുണ്ട്. ഓരോരുത്തർക്കും വളരെ അത്യപൂർവങ്ങളായ യൂണിവേഴ്സിറ്റികളിൽ വിവിധങ്ങളായ കോഴ്സുകൾ എടുത്ത് ഒക്കെ പഠിക്കുന്നവരുണ്ട്. പക്ഷേ വിദ്യാഭ്യാസത്തിന് ഇസ്ലാം വെക്കുന്നൊരു മാനദണ്ഡമുണ്ട്. അവൻ പഠിക്കുന്ന വിദ്യാഭ്യാസം, അവൻ്റെ ആ ഇൽമ് അവന് പ്രയോജനപ്പെടണം ഒന്ന്. രണ്ടാമത്തത്, ആ അറിവ് അവൻ്റെ രക്ഷിതാവുമായി ലിങ്കായിരിക്കണം. രക്ഷിതാവുമായി കണക്റ്റ് ചെയ്തിട്ടില്ലാത്ത ഇൽമ് മനുഷ്യനിൽ കിബറും അതുപോലെ തന്നെ ദൈവനിഷേധവും അതുപോലെ വഴിവിട്ട അധാർമികതയൊക്കെ വരും. മറ്റുദാഹരണം പറയാം. ഇപ്പം നമ്മൾ സാധാരണ പറയല്ലോ, അധ്യാപകൻ കുട്ടികളെ പീഡിപ്പിച്ചു, അധ്യാപകൻ കുട്ടികളെ പഠിപ്പിച്ചു എന്നാണ് കേൾക്കേണ്ടത്. പക്ഷേ വാർത്തകൾ വരുന്ന അധ്യാപകൻ കുട്ടികളെ പീഡിപ്പിച്ചു എന്നാണ്. ഡോക്ടർ രോഗിയുടെ കിഡ്നി അടിച്ചു മാറ്റി എന്നാണ് കേൾക്കുന്നത്. ഡോക്ടർ രോഗിയുടെ കിഡ്നി മാറ്റിവെച്ചു എന്നാണ് കേൾക്കേണ്ടത്. പക്ഷേ മാറ്റിവെച്ചു എന്ന് കേൾക്കുന്നതിന് പകരം അടിച്ചു മാറ്റി എന്ന് കേൾക്കുമ്പോൾ ഡോക്ടർക്ക് ഇൽമുണ്ട്. എവിടെയാണ് കിഡ്നി ഉള്ളതെന്നും എവിടുന്നാണ് ആ കിഡ്നി എടുക്കാൻ പറ്റുക എന്നുള്ളത് ഡോക്ടർക്ക് അറിയാലോ. പക്ഷേ അന്യൻ്റെ ഒരു കിഡ്നി അപഹരിക്കാൻ പാടില്ല എന്നുള്ള ലിങ്ക് ആ അറിവിനെ റബ്ബുമായി കണക്ട് ചെയ്തില്ല. അതുകൊണ്ട് അയാളുടെ അറിവ് വഴി തെറ്റിപ്പോവുകയും വഴിപിഴവിലാവുകയും ചെയ്യാം. അതുകൊണ്ടാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിലാണ് നീ വായിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നാഥനുമായി മനുഷ്യൻ ഈ പഠിച്ച വിദ്യയും, കാരണം മനുഷ്യൻ മാത്രമാണ് പഠിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വഴി കണ്ടെത്തുന്നത്. അല്ലാഹ് പറഞ്ഞല്ലോ, വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅൻ. ഒരു മനുഷ്യ കുഞ്ഞ് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ പുറത്തു വരുമ്പോൾ ഒന്നും അറിയില്ല. ലാ തഅലമൂന ശൈഅൻ, ഒന്നും അറിയില്ല. ഇപ്പോൾ 10 മടങ്ങ് ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഉറുമ്പുകളുണ്ട്. വളരെ ദൂരത്തുള്ള തനിക്ക് ആഹാരത്തെ വാസനിച്ചറിയാൻ കഴിവുള്ള ജീവികളുണ്ട്. വെള്ളത്തിലെടുത്തിട്ടാൽ നീന്തി രക്ഷപ്പെടാൻ കഴിവുള്ള ജീവികളുണ്ട്. അങ്ങനെ ഒരുപാട് കഴിവുകളുമായിട്ട് ആ ജീവികളൊക്കെ ഈ ഭൂമിയിലേക്ക് പറന്നു വീഴുന്നത്. മനുഷ്യർക്കാണ് അത്തരം കഴിവുകളൊന്നുമില്ലാത്തത്. എന്നാൽ മനുഷ്യൻ അല്ലാഹ് പറഞ്ഞു, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, കാണാനും കണ്ടത് തിരിച്ച് വിശകലന ബോധത്തോടെ ഉൾക്കൊള്ളാനും കാണാനും ഉൾക്കാഴ്ച സ്വീകരിക്കുവാനും ചിന്തിക്കാനും ചരിത്രത്തിൽ പാഠം ഉൾക്കൊള്ളാനൊക്കെയുള്ള ശേഷിയുമായിട്ടാണ് മനുഷ്യനെ അല്ലാഹ് പടച്ചത്. ആ പടച്ച മനുഷ്യൻ പഴയകാല ചരിത്രത്തിൻ്റെ പതനങ്ങളും ഉത്ഥാനങ്ങളും നോക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അബദ്ധം പറ്റാതെ ജീവിക്കാനുള്ള ചിന്താപരമായ ശേഷി നേടിയെടുക്കുകയും ചെയ്യുമ്പോഴാണല്ലോ ചരിത്ര വായന ഉപകാരപ്പെടുന്നത്. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, അവൻ്റെ കേൾവിയും കാഴ്ചയും ചിന്തയും ഉപയോഗപ്പെടുത്തി അവൻ പഠിച്ചെടുക്കുകയും കാര്യങ്ങളെ വിശകലന ബോധത്തോടെ തിരിച്ചെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് മാത്രമല്ല, മനുഷ്യൻ എന്നുള്ളത് അത് അവൻ എന്താണോ അങ്ങോട്ട് ഇൻപുട്ടായി കൊടുക്കുന്നത് അതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ഔട്ട്കമ്മായി തിരിച്ചു വരിക. എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളും നമ്മുടെ കൂട്ടുകെട്ടും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും എന്താണോ നമുക്ക് നൽകുന്ന മെസ്സേജ്
അതിനനുസരിച്ച് കൊണ്ടാണ് നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ ഇടപെടലുകളും ഉണ്ടായിത്തീരുക. അതുകൊണ്ടാണ് നല്ലത് കേൾക്കുകയും നല്ലത് പഠിക്കുകയും നല്ല കൂട്ടുകെട്ടിലൂടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആർജിച്ചെടുക്കണം എന്ന് റസൂലുള്ള പഠിപ്പിക്കുകയും ചെയ്തു. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമി. അറിവ് അന്വേഷിക്കുക എന്നുള്ളത് എല്ലാ മുസ്ലിമിൻ്റെയും ബാധ്യതയുമാണ് എന്നുകൂടി റസൂലുള്ള ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, നമ്മളെയൊക്കെ കുറച്ച് ചെറുപ്പത്തിൽ നാട്ടിലെ ആളുകൾ ചോദിക്കുകയല്ലോ, എന്താ ഇപ്പോൾ കുറേ പഠിച്ചിട്ട്, വല്ല പണിക്കും പോയ 10 ഉറുപ്പ്യ ഉണ്ടാക്കി അതല്ലേ ലാഭം എന്ന് ചിന്തിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പഠനം കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് ചിന്തിക്കുന്നു. ഇപ്പോൾ പഠനം കൊണ്ടാണ് കാര്യമുള്ളത് എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആ പഠനം എങ്ങനെ പഠിക്കണം എന്നുള്ളിടത്താണ് ആളുകൾക്ക് പാകപ്പഴവുകൾ വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന 2 പ്രാർത്ഥനകൾ, ഒന്ന് വഖുൽ റബ്ബി സിദ്നി ഇൽമ, അത് അള്ളാഹ് പറഞ്ഞതാ, നബിയെ പ്രാർത്ഥിക്കണം, പടച്ചവനെ ഈ ലോകത്ത് താളം തെറ്റാതെ വഴി തെറ്റാതെ ദിശാബോധം മറന്നുകൊണ്ട് ജീവിക്കുന്നവനല്ല. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ മാത്സര്യങ്ങൾക്കിടയിൽ മുസ്ലിമായി മോമിനായി ജീവിക്കാനുള്ള ഇൽമ എനിക്ക് പ്രദാനം ചെയ്യണം. എങ്ങനത്തെ ഇൽമായിരിക്കണം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ തേടുന്നുണ്ട്. എങ്ങനത്തെ? ഉപകാരപ്രദമില്ലാത്ത ഇൽമുണ്ടാകുന്നതിനെ തൊട്ട്. ഒരുപാട് ഇൽമുണ്ട്, പക്ഷെ ആ ഇൽമ് തൻ്റെ ഇഹലോകത്തിനോ പരലോകത്തിനോ ഉപകരിക്കുന്നില്ല എങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പഠിക്കുമ്പോൾ ഒരാളെ ലക്ഷ്യം വലിയ പണ്ഡിതന്മാരുമായി സംവാദം നടത്തണം എന്നുള്ള നിലക്കാണെങ്കിൽ, വലിയ പാണ്ഡിത്യമുള്ള ആളുകളുമായി ഒരു പേരെടുക്കണം, അവനേക്കാളൊക്കെ മികച്ചവനാണ് ഇയാൾ, അതുമല്ലെങ്കിൽ വലിയ വാഗ്വാദം നടത്തണം, അതുമല്ല എങ്കിലോ ജനങ്ങൾക്കിടയിൽ ഒരറിയപ്പെടുന്ന പേരും പ്രസിദ്ധിയൊക്കെ ഉണ്ടാവണം. ഈ ലക്ഷ്യത്തിനാണ് ഒരാൾ പഠിക്കുന്നതെങ്കിൽ ഫന്നാറു, അവൻ്റെ വാസസ്ഥലം നരകമാണ് എന്ന് റസൂലുള്ളാഹി സൂചിപ്പിച്ചു. അപ്പം നമ്മൾ അറിവ് നേടുന്നത് ആരെയും തോൽപ്പിക്കാനോ ആരുടെ മുമ്പിലും ജയിച്ചു നിൽക്കാനോ അല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ദിശാബോധം ഉണ്ടാവണം. അതുമാത്രമല്ല, അറിവ് നേടിയെടുത്തില്ല എങ്കിൽ, പ്രത്യേകിച്ചും ഈ കാലത്ത് ആളുകൾക്ക് വിവരങ്ങൾ എമ്പാടുമുള്ളൊരു കാലമാണ്. ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നൊരു പ്രശ്നമേ അല്ലാത്ത കാലത്താണ്. ഗൂഗിളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അറിവ് ആർജിച്ചെടുക്കാനുള്ള വഴികളൊരു കാലത്താണ് ജീവിക്കുന്നത്. പക്ഷേ ആ അറിവ് തിരിച്ചറിവായി മാറുമ്പോഴാണ്, അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാട്ടിലെ പല പ്രമാദമായ കേസുകളും ആളുകൾ അന്വേഷിച്ച് കണ്ടെത്തിയത് യൂട്യൂബിൽ നിന്നാണ്. ബാങ്ക് കവർച്ച ചെയ്യുന്നത് ചിലപ്പോൾ സിനിമയിൽ നിന്നാണ്. സ്വന്തമായി അവിഹിതമായി ഉണ്ടായ ഗർഭമെടുക്കുന്നത് യൂട്യൂബ് നോക്കിയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ വാർത്തകൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് അറിവ് മനുഷ്യന് തിരിച്ചറിവ് നൽകണം എന്ന് സൂചിപ്പിച്ചത്. അങ്ങനെ ഇല്ലാത്ത അറിവുണ്ടാവുമ്പോൾ വിശുദ്ധ ഖുർആൻ ഐന് എന്നുപയോഗിക്കുന്നുണ്ട് കണ്ണിന്, ബസർ എന്നും കണ്ണുപയോഗിക്കും. പഴയ ബസർ എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചയാണ്. കണ്ണ് കാണുന്നവർക്കൊക്കെ ഉൾക്കാഴ്ച ഉണ്ടായിക്കൊള്ളുന്നില്ല, ഉൾക്കാഴ്ച ഉള്ളവർക്ക് ചിലപ്പോൾ കണ്ണിന് കാഴ്ച ഉണ്ടായിക്കൊള്ളുന്നില്ല. മറിച്ച് അതാണ് മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നൊരു സംഗതി. അത് നേടിയെടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അഖി ലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ, 4-6 കാര്യങ്ങളെ കൊണ്ടല്ലാതെ അറിവ് നേടിയെടുക്കാൻ കഴിയില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ദകാഉം വഹിർസുൻ വജ്തിഹാദും വബുൽഅത്തുൻ, നല്ല ബുദ്ധി വേണം, താല്പര്യം വേണം, അവിടേക്ക് എത്തിപ്പെടണം. വസുഹ്ബത്തു ഉസ്താദിൻ വതൂലു സമാനി, പിന്നെന്ത് വേണം? ഒരു ഉസ്താദിൻ്റെ സാമീപ്യം വേണം,
കാലങ്ങൾ അതിനു വേണ്ടി അധ്വാനിക്കുമ്പോഴാണ് അറിവ് നേടിയെടുക്കാൻ കഴിയുക എന്നും സൂചിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, അങ്ങനെ മനുഷ്യന് അറിവുണ്ടാകുമ്പോഴാണ് മനുഷ്യന് എന്തുണ്ടാകുന്നത്? ഞാൻ ആരുമല്ല എന്ന് തീരുമാനിക്കാനും എൻ്റെ ജീവിതം സഫലമാവാൻ ഇങ്ങനെയൊന്നും പോരാ, ജീവിതത്തിന് നിയോഗം എന്താണെന്നും ലക്ഷ്യം എന്താണെന്നും ഒരു മനുഷ്യൻ തിരിച്ചറിയാനാണ് അറിവുണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് വിനയവും കൂടി കൂടിച്ചേർക്കുമ്പോഴാണ് അറിവ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല സൂചിപ്പിച്ചൊരു സംഗതി, മനുഷ്യന് അറിവുണ്ടാവുമ്പോൾ യർഫ ഇല്ല, അള്ളാഹു ഉയർത്തും. അല്ലദീന ആമനൂ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസികളായ മനുഷ്യന്മാർക്ക് പദവി അള്ളാഹു ഉയർത്തിത്തരും. ആർക്ക്? വല്ലദീന ഊത്തുൽ ഇൽമ, അറിവുള്ള മനുഷ്യന്മാർക്ക്. അപ്പം അറിവുള്ള, തിരിച്ചറിവുള്ള, ജീവിതത്തിന് വ്യക്തമായി ദിശാബോധം നേടിയെടുത്ത മനുഷ്യർക്ക് അല്ലാഹു തആല പദവി ഉയർത്തിക്കൊടുക്കും. ദറജാത്തിൻ, തട്ടുകളായി ഉയർത്തിക്കൊടുക്കും. എന്നിട്ടോ എങ്ങനെയാണത് ഉണ്ടാവുക? ഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി, പഠിച്ചെടുത്തുകൊണ്ടാണ് ഇൽമുണ്ടാവുക, അനുഭവത്തിലൂടെയാണ് വിവേകമുണ്ടാവുക എന്ന് റസൂലുള്ള പറയുന്നുണ്ട്. എനിക്കൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു അബദ്ധം പറ്റിയാൽ പിന്നെ ഞാൻ ചിന്തിക്കുമല്ലോ, അബദ്ധം പറ്റാതിരിക്കാൻ ഇനി എന്താ ചെയ്യേണ്ടത്, മുൻകരുതലെടുക്കും. വിവേകമുണ്ടാകുന്നത് അനുഭവജ്ഞാനത്തിലൂടെയും അറിവുണ്ടാകുന്നത് പഠിച്ചെടുക്കുന്നതിലൂടെയുമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ നേടിയെടുക്കുമ്പോഴാണ് മനുഷ്യൻ ഈ ജീവികളിൽ നിന്ന്, ജൈവബോധമുള്ള ജീവികളെക്കാൾ മാനവികനായി മനുഷ്യൻ ഉയർന്ന വിധാനത്തിലേക്ക് എത്തുക എന്നാണ് സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ ഉയരുമ്പോഴാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹും ഏതെങ്കിലും വലിയൊരു യൂണിവേഴ്സിറ്റി പുറത്തിറങ്ങിയ പ്രോഡക്റ്റുകളല്ല. ഒരുപാട് ബിരുദ കൂമ്പാരങ്ങളുടെ പേര് ചേർത്താനില്ല. അറിയപ്പെടുന്നൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയതുമല്ല. മറിച്ച് ഇന്നും ലോകത്ത് മാനവികതയുടെ ഏറ്റവും ഉത്തുംഗതയിൽ നിൽക്കുന്ന മഹാമനീഷികളായവർ മാറിയത് അറിവിനെ തിരിച്ചറിവാക്കാൻ കഴിയതുകൊണ്ടാണ്. അത്തരത്തിൽ ജീവിതത്തിലെ മാത്സര്യങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ തിരിച്ചറിവുള്ള, ദിശാബോധമുള്ള തലമുറയായി മാറാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനുമാണ് ഈ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. പടച്ച റബ്ബ് സൃഷ്ടാവുമായി ബന്ധം ചാർത്തി ലോകത്തിൻ്റെ മുമ്പിൽ മുഅ്മിനായി മുത്തഖിയായി ജീവിക്കാനുള്ള ആർജവും ആവേശവും നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.